യോഹന്നാൻ്റെ സുവിശേഷം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ആറാമത്തെ വാക്യം 7-ാമത്തെ വാക്യം എനിക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? 6-7, 6 and 7. അല്ല, 6. ദൈവം അയച്ചിട്ട് അവൻ വന്നത് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രയും. He was not the light, but he was bear witness about the light. യോഹന്നാൻ സ്നാപകനെയാണ് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിന് മുൻപായിട്ട് ഗോഡ് സെൻഡ്, അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. He was sent by God as a forerunner to prepare the nation of Israel to receive Christ, to prepare a way for Christ. യേശുക്രിസ്തുവിന് വേണ്ടി ഇസ്രായേൽ നേഷനെ ഒന്ന് ഒരുക്കി നിർത്തുവാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. പ്രാരംഭത്തിൽ ഒരു സത്യം ദൈവജനത്തോട് പറയുക, ദൈവം ഏത് പ്രവൃത്തി എപ്പോൾ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ അതിനു മുൻപ് ദൈവം അവരെ ഒരുക്കിയിട്ടുണ്ട്. ഒരൊരുക്കം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവ് നൽകുന്നെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് ദൈവം എന്തോ വലിയവ ചെയ്യാൻ പോവുകയാണ്. ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ അത്ഭുതം നടക്കാൻ പോവുക. അത്ഭുതത്തിന് മുമ്പ് ഒരു ശുദ്ധീകരണം. സാൻറ്റിഫൈ യുവർസെൽഫ്, യു ആർ ഗോയിങ് ടു സീ എ ഗ്രേറ്റ് മിറക്കിൾ ടുമാറോ. ഇന്ന് ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്നലകളിൽ ദൈവം നമ്മളെ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കപ്പെട്ട ജനത്തിൻ്റെ നടുവിലെ ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മോശയോട് പറയുക, നീ നന്ന രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പർവ്വതത്തിൽ കയറി വാ. ദൈവം പർവ്വതത്തിലേക്ക് മോശയെ വിളിക്കുന്നത് ഒരുങ്ങി, യു ഹാവ് ടു പ്രിപ്പയർ യുവർസെൽഫ്. മറ്റൊരിടത്ത് പറയുകയാണ്, യോർദാൻ വിഭജിക്കുന്ന നടുവിലും ദൈവം പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കണം. സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്ന് പ്രമാണം കൊടുക്കുന്നതിന് മുമ്പും ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വസ്ത്രങ്ങളെപ്പോലും നിങ്ങൾ അലക്കി നിങ്ങളെ തന്നെ കഴുകി നിങ്ങൾ 3 ദിവസം ഒരുങ്ങി ശുദ്ധീകരണത്തോടെ ഇരിക്കണമെന്ന്. എവിടെല്ലാം ദൈവാത്മാവ് ഒരു റിവൈവൽ അയക്കാൻ ഒരു രാജ്യത്തോ ഒരു സഭയിലോ ഒരു ഉണർവ് അയക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ, ബിഫോർ ദ റിവൈവൽ ഗോഡ് പ്രിപ്പയർഡ് ദ പീപ്പിൾ. ഒരു പ്രിപ്പറേഷൻ ദൈവം നമ്മുടെ നടുവിൽ വചനത്തിലൂടെ ഈ നാളുകളിൽ ചെയ്യുന്നെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ സഭ കേട്ട ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകാൻ സമയമായി. അത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യാനാണ്. അത് കുടുംബങ്ങളിലായാലും അത് വ്യക്തികളിലായാലും ദൈവം അത് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സോ വി നീഡ് എ പ്രിപ്പറേഷൻ. ഒരുക്കപ്പെട്ട നിലത്തു മാത്രമേ നമ്മൾ വിത്ത് വിതയ്ക്കത്തുള്ളൂ. ആരും കൊണ്ടു ചെന്ന് കാട്ടിനകത്ത് വിത്ത് വിതയ്ക്കത്തില്ല. കട്ടകൾ ഉടച്ച് നിരപ്പാക്കി വെള്ളമൊഴുക്കി അതെല്ലാം പരുവമാക്കിയെങ്കിലേ വിലപ്പെട്ട വിത്ത് അതിനകത്ത് വിതയ്ക്കത്തുള്ളൂ. ഇന്ന് രാവിലെയും ഞങ്ങൾ ഒരുക്കിയ ഈ വചനം ഇവിടെ വിതയ്ക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ പറഞ്ഞു, ദൈവമേ ജനങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവ് ഒരുക്കിയെങ്കിൽ മാത്രമേ ഈ വചനം ഫലപ്രദമാവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഈ നേരിട്ട 4 ചോദ്യങ്ങളുണ്ട്. 4 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ്. ഒന്ന്, പരീശന്മാരും ലേവ്യരും യെരുശലേമിൽ നിന്നും മരുഭൂമി വന്നിട്ട് അവനോട് ചോദിക്കുക, ഹൂ ആർ യു? ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീ ആരാ? Are you Christ? Are you Elijah? Are you a prophet? If not, say, who are you?
ഇതിലേതെങ്കിലും ഒന്നായിരുന്നെന്ന് പറഞ്ഞിരുന്നു, യെസ് ഞാനാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും. കാരണം ഇതിനുള്ള യോഗ്യതകളൊക്കെ ആരിലുണ്ട്? കുറച്ച് യോഹന്നാനിലുണ്ട്. ഏലിയാവെന്ന് പറഞ്ഞാലും അവർ അനുസരിച്ചേ പറ്റൂ. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ യോഗ്യതകളൊക്കെ തന്നിലുണ്ട്. പക്ഷേ താന് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവ് മൈ ഓൺ ഐഡന്റിറ്റി. എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഇല്ല. ഐ ആം ജസ്റ്റ് എ വോയിസ് ഫ്രം ദ വിൽഡർനെസ്. ഞാൻ ജസ്റ്റ് ഒരു ശബ്ദമാണ്. അപ്പൊ ചോദിച്ചു, നീ വെറും ശബ്ദമാണെങ്കിൽ, യു സെഡ് യു ആർ നോട്ട് Christ, you are not prophet, you are not Elijah, then why are you baptizing? അടുത്ത ക്വസ്റ്റ്യൻ, നീ ഇതൊന്നും അല്ലേ, പിന്നെ നീ എന്തിനാ സ്നാനപ്പെടുത്തുന്നേ? ഇതൊരു നല്ല അവസരമായിട്ട് യോഹന്നാൻ എടുത്തു. ചില ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നത് നല്ലതാ, അവരോട് ചില 4 കാര്യം പറയാനുള്ളൊരു വഴിയായി. അപ്പം ചിലരിങ്ങനെ 2 ചോദ്യം ചോദിച്ചൊന്ന് വരണേന്ന് പ്രാർത്ഥിച്ചാൽ മതി. കാരണം അവരൊന്ന് വന്നാൽ നമുക്ക് ചില കാര്യങ്ങൾ അവരോട് സുവിശേഷമെങ്കിലും പങ്കുവെക്കാൻ ഒരു നല്ല അവസരം നമുക്ക് ഒരുക്കും. അതുകൊണ്ട് ചിലർ ചോദിക്കത്തില്ല, ചോദിച്ചാൽ നമ്മൾ സുവിശേഷം പറയുമെന്ന് അറിയാം. പക്ഷെ യോഹന്നാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അവൻ പറഞ്ഞു, ഓ നിങ്ങൾ യു ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഐ ആം ബാപ്റ്റൈസിങ്. ഞാൻ സ്നാനപ്പെടുത്തുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്തല്ലേ. സോ ഐ വാണ്ടഡ് ടു സേ ദാറ്റ് ഐ ആം നത്തിങ്. I don't have my own identity. എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഇല്ല. ബട്ട് ഐ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് വൺ പേഴ്സൺ. ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാ. യു നോ വൺ ഹൂ ഈസ് കമ്മിങ് ആഫ്റ്റർ മീ. If I am baptizing in water, he will baptize you in spirit and fire. ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്ന ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. Even I am not worthy to untie the straps of his sandals. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. ജൂയിഷ് കസ്റ്റം അനുസരിച്ച് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ വരുന്നവനെ ഇന്നത്തെ പോലെയല്ല. നമ്മൾ ഗരേജിൽ നിന്ന് കാറിനകത്ത് കയറി ഇവിടെ വന്നിറങ്ങി അങ്ങനെയല്ല. അവർ കൂടുതലും ട്രാവൽ ചെയ്ത് വരുന്നത്, അവർ നടന്നാണ് വരുന്നത്. നടന്നു വരുമ്പോൾ അവരുടെ കാലുകളിലെല്ലാം അഴുക്കുകളുണ്ട്. മൃഗവാഹനങ്ങൾ 1ഉം 2ഉം ഒക്കെ ചെയ്യുന്നത് റോഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം അഴുക്കുകൾ കാണും. ആ അഴുക്കുകളെല്ലാം അവരുടെ സാൻഡൽസിലും അവരുടെ കാലിലും പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് ഏത് ജൂയിഷ് കസ്റ്റം അനുസരിച്ച് ഏത് ഗസ്റ്റ് വീട്ടിൽ വന്നാലും വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് പാദങ്ങൾ കഴുകണം. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ ആക്കിയിരുന്നത് ആ വീട്ടിലെ അടിമകളുടെ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ലീസ്റ്റ് അടിമയാണ്. അവൻ അകത്ത് കയറാൻ പോലും പെർമിഷൻ ഇല്ല. വരുന്ന ഗസ്റ്റുകളുടെ കാല് കഴുകുകയാ. യോഹന്നാൻ പറഞ്ഞു, ആ ലീസ്റ്റാ ഞാൻ. അവന്റെ ചെരുപ്പിന്റെ അതിനുപോലും ഞാൻ യോഗ്യനല്ല. വൺ ഹൂ ഈസ് കമ്മിങ് ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ്. ഈ യോഹന്നാൻ യേശുക്രിസ്തുവിന് കൊടുത്ത 2 ടൈറ്റിൽസ് ഉണ്ട്. ഒന്ന്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലാംബ്. 2, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ആൻഡ് lamb. One who takes away the sins of the world. ഇതാ പോകുന്നു, behold the lamb of God. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ കുറിച്ച് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 3 സൺഡേ, ഒരു 2 സൺഡേ എങ്കിലും എനിക്ക് പ്രസംഗിക്കണം. എന്നാൽ ഈ ലൈറ്റ് എന്നതിനെ കുറിച്ച് ഞാൻ ഇന്നൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ്, കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിന് ഈ ഇരുട്ടിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തിയതാണ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഐ ആം നോട്ട് ദ ലൈറ്റ്, ഐ ജസ്റ്റ് കെയിം ടു ബെയർ വിറ്റ്നസ് അബൌട്ട് ലൈറ്റ്. ഞാൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നവനാ. സോ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ്, സെയിം ടൈം ഹി ഈസ് ദ ലാംബ്. ഇത് 2 ടൈറ്റിലാ യോഹന്നാൻ യേശുക്രിസ്തുവിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എന്താ ലൈറ്റായിട്ട് കർത്താവ് വരാൻ കാരണം? എന്നാൽ ലാംബായിട്ട് കർത്താവ് വരാൻ കാരണം?
അവൻ വെളിച്ചമായി വരാൻ കാരണം യേശുക്രിസ്തു വരുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടിയിരിക്കുന്നു. അന്ധകാരം കൊണ്ട് നിറഞ്ഞ ഒരു ലോകം, ഇരുട്ട് മൂടിക്കിടന്ന ഒരു ലോകത്തിലാ കർത്താവ് വന്നത്. ആ ഇരുട്ട് മൂടിക്കിടന്ന ലോകത്തിന് വേണ്ടത് വെളിച്ചമാ. ഇത് തന്നെയാ നമ്മൾ കണ്ടത്. ഉൽപ്പത്തിയിൽ 1-ാം അധ്യായത്തിൽ സൃഷ്ടിപ്പ് കഴിയുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ശബ്ദം എന്താണ്? ലെറ്റ് ദേർ ബി ലൈറ്റ്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും ഇരുട്ടിനാൽ മൂടിക്കിടക്കുകയായിരുന്നു. ഇരുട്ടുകൊണ്ട് മൂടിക്കിടന്ന ലോകത്തിന് ദൈവം ഒന്നാമത് കൊടുത്തത് ലൈറ്റാ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇത് തന്നെയാ സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയം ഇരുണ്ട് കിടക്കുകയാ, നമ്മുടെ കണ്ണുകൾ അന്ധത പിടിച്ച് കിടക്കുകയാ, നമ്മുടെ കുടുംബത്തിൽ ഇരുട്ട് കിടക്കുകയാ. ഈ ഇരുണ്ട് കിടക്കുന്ന ആ അന്തരീക്ഷത്തിനകത്ത് ദൈവം തന്റെ വെളിച്ചമായിട്ട് ഈ ലോകത്തിലേക്ക് പുത്രനെ അയച്ചിരിക്കുകയാ. അതൊരു സാധാരണ വെളിച്ചമല്ല. കാരണം മനുഷ്യന്റെ ജേർണിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജേർണി ഓഫ് മാൻ വാസ് ഫ്രം ലൈറ്റ് ടു ഡാർക്ക്നെസ്. അവൻ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള യാത്രയായിരുന്നു. When God created Adam and Eve, He created His own image and likeness. What was the likeness? ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആ തേജസ്സാണ് അവനെ ധരിപ്പിച്ചത്. മനുഷ്യൻ നടക്കുമ്പോൾ 2 വെളിച്ചങ്ങളാണ് നടന്നത്. ആദം നടന്നു പോകുമ്പോൾ ഒരു വെളിച്ചമാണ് നടന്നത്. So the 2 lights God created, അവർ രണ്ടുപേരും വെളിച്ചമായിരുന്നു. അവരുടെ വസ്ത്രം തേജസ്സായിരുന്നു. They were clothed with glory എന്നാണ് തിരുവചനത്തിൽ കാണുന്നത്. പക്ഷേ whenever they sinned, they disobeyed, they lost that glory. അവരിൽ നിന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു. അവർ ഇരുട്ടിലേക്ക് പോയി. പിന്നെ ആദാമിൽ നിന്ന് ജനിക്കുന്ന സകല സന്തതികളും ഇരുട്ടിന്റെ സന്തതികളായി മാറി. അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ യാത്ര വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള യാത്രയാ. മാനവകുലം മുഴുവനും ഇരുട്ടിലായി പോയപ്പോൾ ദൈവം തന്റെ പുത്രനെ വെളിച്ചമായിട്ട് വിട്ടു. അതൊരു നോട്ട് എ മിയർ ലൈറ്റ്. യേശുക്രിസ്തു ഒരു സാധാരണ വെളിച്ചമല്ലായിരുന്നു. പിന്നെയോ വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, ദൈവം അടുത്തുകൂടാത്ത, അല്ലെ, ഹി ഡ്വെൽസ് ഇൻ അൺഅപ്രോച്ചബിൾ ലൈറ്റ്. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. യാക്കോബ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എവരി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് കംസ് ഫ്രം എബവ്, കംസ് ഫ്രം ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും വരുന്നത്. ഹു ഹാസ് നോ വേരിയേഷൻ ഓർ ഷാഡോ ഡ്യൂ ടു ചേഞ്ച്. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത, ഈ മാറ്റമില്ലാത്തവൻ, ആ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? വെളിച്ചങ്ങളുടെ. നിങ്ങളുടെ അറ്റൻഷൻ എങ്ങോട്ടോ മാറിപ്പോയി. വെളിച്ചങ്ങളുടെ പിതാവ്, ഫാദർ ഓഫ് ലൈറ്റ്സ്. പക്ഷെ പിശാചിന്റെ പേരെന്താണെന്നറിയാമോ? ഇരുട്ടിന്റെ അധികാരി. പിശാച് എവിടെല്ലാം ഇരുട്ട് വരുത്തുന്നോ അവിടെല്ലാം വെളിച്ചമയക്കുന്നവനാ ദൈവം. ഇന്ന് പകലും ഞാൻ പിശാചിനോട് ചലഞ്ച് ചെയ്യുക, നിനക്ക് എവിടെല്ലാം ഇരുട്ട് വരുത്താമോ വരുത്തിക്കോ, പക്ഷെ ദൈവം തന്റെ വെളിച്ചം കൊണ്ട് ജനത്തെ വിടുവിച്ചെടുക്കും. Because he is the father of all lights. മനുഷ്യന് ഒരു കാലത്ത് മനസ്സിലായി അവൻ അന്ധകാരത്തിലാണെന്ന്. ജനത്തിന്, എല്ലാ മനുഷ്യർക്കും മനസ്സിലായി, എല്ലാ മതങ്ങൾക്കും മനസ്സിലായി. ഞങ്ങളിപ്പോൾ കിടക്കുന്നത് മരണത്തിലാണ്, ഞങ്ങളിപ്പോൾ കിടക്കുന്നത് ഇരുട്ടിലാണ്. അതുകൊണ്ട് അവർ പാടുകയാണ്, തപസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. ഈ തപസോമ ജ്യോതിർഗമയോ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് ആര് ഞങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകും? ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ ഒരു മതങ്ങളിലും ഒരു മതഗുരുക്കന്മാർക്കും ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് വെളിച്ചമായി എന്റെ പുത്രനെ ഞാൻ അയക്കും.
മരണത്തിൽ കിടക്കുന്ന ഞങ്ങളെ ആര് ജീവനിലേക്ക് കൊണ്ടുപോകും? മറുപടി കൊടുത്തത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് ഞങ്ങളെ ഈ ദൈവവചനം കേൾക്കുന്ന ഭവനങ്ങളിലിരുന്നോ ഓൺലൈനിലിരുന്നോ ഈ ചർച്ചിലിരുന്നോ കേൾക്കുന്ന ദൈവമക്കളോട് ഞങ്ങൾക്ക് ഉറപ്പായി ഗ്യാരണ്ടി പറയാനുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് വെളിച്ചമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്. Praise God. ഈ ജീവൻ തരാനാ യേശു വന്നത്. ഈ ലൈറ്റിനെ കുറിച്ച് പറയുന്ന 6 പ്രത്യേകതകൾ. ഒന്ന്, the first one, അവൻ verse 4 ജീവനുള്ള വെളിച്ചം. Not a mere light, the light has life. ഈ വെളിച്ചത്തിന് എന്തോ ഉണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. ഈ ക്രിസ്തു എവിടൊക്കെ വ്യാപരിച്ചോ വെറും ഒരു വെളിച്ചമല്ലായിരുന്നു. ആ വെളിച്ചം തട്ടിയെടുത്തൊക്കെ എന്ത് വ്യാപരിച്ചു? ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഒരു വെളിച്ചത്തിനും ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിനകത്ത് ഒരു ജീവൻ ഉണ്ടായിരുന്നെന്ന്. നാറ്റം വെച്ച് 4 ദിവസമായി കല്ലറയ്ക്കകത്തിരിക്കുകയാ. ഈ വെളിച്ചം ചെന്ന് കല്ലറയുടെ വാതുക്കൽ നിന്നുകൊണ്ട് ലാസറേ എന്ന് വിളിച്ചപ്പോൾ അകത്ത് ജീവൻ പോയി കിടന്ന ഒരുവനിൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഈ വെളിച്ചം ഏത് കുടുംബത്തിൽ കയറി ചെന്നിട്ടുണ്ടോ, ഏത് പട്ടണത്തിൽ ചെന്നിട്ടുണ്ടോ, ഏത് ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ചെന്നിട്ടുണ്ടോ, അവിടെ വെളിച്ചം മാത്രമല്ല കൊടുത്തത്, അവിടെ ജീവൻ കൊടുത്തു. ഈ വെളിച്ചം ജീവൻ കൊടുക്കുന്നതാ. ഈ വെളിച്ചമുള്ളിടത്തെല്ലാം ജീവൻ ഉണ്ടാകും. ഈ വെളിച്ചം ഇന്ന് പകൽ ഇവിടെ ഉള്ളത് കൊണ്ടാ ജീവനുള്ള പാട്ടുപാടാൻ കഴിഞ്ഞത്, ജീവനുള്ള ആരാധന, ജീവനുള്ള സ്തുതി. ഈ വെളിച്ചം ചെല്ലുന്നിടത്തൊന്നും മരണമല്ല സംഭാവന ചെയ്യുന്നത്, ജീവനാണ്. Praise God. അസ്ഥി താഴ്വരയിൽ പ്രവാചകനെ ഇറക്കി നിർത്തിയിട്ട് ദൈവം ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ജീവിക്കും, ജീവിക്കും. എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ ഈ ജീവൻ കൊടുക്കുന്ന ഒരു വെളിച്ചം അസ്ഥി താഴ്വരയിലേക്ക് വന്നപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന എന്താണെന്നറിയാമോ? The dry bones exceedingly became a great army. ഒരു വലിയ സൈന്യമായി മാറി. ജീവൻ നഷ്ടപ്പെട്ടെന്നും ഇനി അതിനകത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ടെന്നും നമ്മൾ വിശ്വസിച്ച് വിധി എഴുതി കളയുന്ന ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവം തന്റെ വെളിച്ചമയച്ചാൽ അവന് പ്രകാശം മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ ഉറപ്പായി പറയുന്നു, അവിടെ ജീവൻ ഉണ്ടാകും. അവിടെ ലൈഫാണ്. ജസ്റ്റ് ഒരു വെളിച്ചമല്ല. പിന്നെയോ ആ വെളിച്ചം ചെന്നിടത്തെല്ലാം എന്തുണ്ടായി? ജീവനുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കല്ല്, ഈ മൂലക്കല്ലായ ക്രിസ്തുവിനോട് ആര് ചെന്ന് ചേർന്നോ അവരെല്ലാം എങ്ങനെയുള്ള കല്ലുകളായെന്ന? ജീവനുള്ള കല്ലുകൾ. കണ്ടോ, സഭായോഗത്തിന് ഇരിക്കുന്നുണ്ടോ? ജീവനുള്ള കല്ലുകൾ കണ്ടോ? കുറെ ജീവനുള്ള കല്ലുകളായി ഇരിക്കുന്നത്. ചെന്നിങ്ങനെ നോക്കണം ജീവനുണ്ടോ എന്ന്. Praise God. കണ്ടോ, ജീവനുള്ള കല്ലുകളായി ഇരിക്കുന്നത്. ഒരു കാലത്ത് മരിച്ച കല്ലുകളായിരുന്നു കേട്ടോ. ഒരു കാലത്ത് നമ്മളെ തള്ളപ്പെട്ട കല്ലുകളായിരുന്നു. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് വന്ന് തട്ടിയപ്പോൾ നമ്മളിലേക്കൊരു ജീവൻ വ്യാപരിച്ചു. രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് ചോദ്യം അവിടെ പറയുക, 12 വർഷമായിട്ട് I have went a different doctor appointment. All my years I spent everything I had. എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തു. But I was losing my life. എൻ്റെ ജീവനാ, എൻ്റെ രക്തം പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാ പൊക്കൊണ്ടിരുന്നത്. When I heard about this light, ഞാൻ ഈ വെളിച്ചമായ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അവന്റെ അടുക്കലേക്ക് ചെന്നു. ആളുകൾ എന്തു പറയുമെന്നോ, ചുറ്റുപാടുകൾ എന്തു പറയുമെന്നോ, അടുത്തിരിക്കുന്ന ആൾ എന്തു പറയുമെന്നോ എനിക്ക് വിഷയമല്ല. എനിക്കവനെ, ജീവനുള്ളവനെ തൊടണം. അവൾ ചെന്ന് തൊട്ടപ്പോൾ അവളിൽ ഒരു ജീവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ജീവനായ
ജീവനുള്ള വെളിച്ചമായ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. ഇത് വെറും ഒരു വെളിച്ചമല്ല കേട്ടോ, നിങ്ങൾ ഈ കാണുന്ന വെളിച്ചമല്ല. ക്രിസ്തു ആകുന്ന വെളിച്ചം എവിടെ വന്നിട്ടുണ്ടോ, there is life. Praise God. ഹല്ലേലൂയ. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത്, ഈ കല്ലുകളിൽ നിന്ന്, ഫ്രം ദിസ് സ്റ്റോൺ, മക്കളെ ഉളവാക്കാൻ, ജീവൻ കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ പറയുന്ന വെളിച്ചം ആരാന്നറിയാമോ? അവൻ ജീവൻ കൊടുക്കുന്നവനാ. അവൻ ജീവൻ കൊടുക്കുന്നവനാ. നമ്മുടെ മരിച്ചുപോയ സെല്ലുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, ഇതിനകത്തൊരു ജീവൻ, ഇത് നമ്പായിരിക്കാം. ഒരു പക്ഷെ നിന്റെ കാലുകളിലോ കൈകളിലോ നമ്പായിട്ടിരിക്കുന്നെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, ഇതിനകത്തൊരു ജീവൻ പകരാൻ ഇന്ന് പകൽ ദൈവത്തിന് പ്രസാദമുണ്ട്. താങ്ക് യു ജീസസ് ഫോർ യുവർ പവർ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് വെറുമൊരു വെളിച്ചമല്ല, ഇത് ജീവൻ പകരുന്ന വെളിച്ചമാ. എനിക്കും നിങ്ങൾക്കും കിട്ടിയ ജീവൻ, the light brought life. Praise God. വേഗത്തിൽ എനിക്ക് മുൻപോട്ട് പോകണം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന. യേശുവിനെ കണ്ടെന്നല്ല, ഇരുട്ടിലിരിക്കുന്ന സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു വന്നപ്പോൾ നിങ്ങൾ വെളിച്ചം കണ്ടായിരുന്നോ? യേശു അല്ലേ നമ്മുടെ ഇരുട്ട് മാറ്റിയത്? യേശുവിനെ സ്വീകരിക്കാത്ത ഏത് കുടുംബമായാലും, യേശുവിനെ സ്വീകരിക്കാത്ത ഏത് വ്യക്തിയായാലും, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരിക്കൽ കൂടെ, ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ടായിരിക്കാം ഈ വചനം ശ്രവിക്കുന്നത്, ആലയത്തിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ വചനം ശ്രവിക്കുന്നത്. നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എത്ര പള്ളി പോകുന്ന വ്യക്തിയാണെങ്കിലും, നിങ്ങൾ എത്ര ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയ ഇരുട്ട് ഇപ്പോഴും നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ആ ഇരുട്ട് മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണേ, എൻ്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ എന്ന് വിളിച്ചാൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ്, സെയിം ടൈം ഹി ഈസ് ദ ലൈഫ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മോശ കൊടുത്ത മന്ന തിന്നു, പക്ഷേ തിന്നവരെല്ലാം എന്ത് ചെയ്തു? മരിച്ചു പോയില്ലേ? എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനായാലും എന്നെ തിന്നുന്നവനായാലും എൻ മൂലം എന്തേ ഉണ്ടാകത്തുള്ളൂ? ജീവനെ ഉണ്ടാകത്തുള്ളൂ. ജീവനുണ്ടാകും. എന്നെ തിന്നുന്നവൻ എൻ മൂലം. എന്നിട്ട് പറഞ്ഞു, ഐ ആം ദ ലീവിങ് ബ്രെഡ്. ഞാൻ ജീവനുള്ള അപ്പമാ. നിങ്ങൾ ഒരുപാട് അപ്പം കണ്ടിട്ടുണ്ടെങ്കിലും ഈ അപ്പം തിന്നുന്നവനിലൊരു ജീവനുണ്ട്. എത്ര പേര് ഇന്ന് രാവിലെ അത് വിശ്വസിക്കും? യേശു ക്രിസ്തു ഒരു വെളിച്ചം മാത്രമല്ല, യേശു ക്രിസ്തു ജീവനുള്ള വെളിച്ചമാ. യേശു ക്രിസ്തുവിനെ കുറിച്ച് 9-ാം വാക്യം 1:9. Jesus Christ is the true light. Jesus Christ is the true light. ഇവിടെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകളൊക്കെ ആളുകൾ ആരാധിക്കുന്ന ദീപാരാധന എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? വെളിച്ചങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ വെളിച്ചങ്ങളുടെ പിതാവിനെ മറന്നിട്ടാ വെളിച്ചങ്ങളെ ആരാധിക്കുന്നേ. ഈ വെളിച്ചങ്ങളെ നിർമ്മിച്ച ഒരാളാണ് യേശുക്രിസ്തു. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈറ്റ് അല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശുക്രിസ്തു ട്രൂ ലൈറ്റാ, ട്രൂ വൈനാ, ട്രൂ ബ്രെഡാ. യേശുക്രിസ്തു വെറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ലൈറ്റ് അല്ല. യോഹന്നാൻ പറയുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ ജീവൻ കൊടുക്കുന്ന ലൈറ്റ് അല്ല. മാത്രമല്ല, പിന്നെയോ യേശുക്രിസ്തു സത്യ വെളിച്ചമാണ്. എവിടെല്ലാം ബോഷ്കിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ടോ, എവിടെല്ലാം ബോഷ്ക് കൊണ്ട് ജനത്തെ പിശാച് അടച്ചിട്ടിട്ടുണ്ടോ, ഈ സത്യ വെളിച്ചം കടന്നു എന്ന് സത്യം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. സത്യം നിങ്ങൾ അറിയുമ്പോൾ, the truth set you free.
ഈ സത്യ വെളിച്ചത്തിന് നമുക്കൊരു ഫ്രീഡം തരാൻ പറ്റും. നമ്മളെ ബോഷ്കിനകത്ത് അടച്ചിട്ടിരിക്കുക. ബിക്കോസ് ഹി ഈസ് ദ ലയർ, ഹി ഈസ് ദ ഫാദർ ഓഫ് ലയർ. ബോഷ്കിന്റെ അപ്പൻ ഫാദർ ഓഫ് ലയർ ആണ്. ഹി ഈസ് എ ലയർ എന്നാ ബൈബിൾ പറയുന്നത്. ബോഷ്കിനകത്ത് വ്യാജം പറഞ്ഞ് ജനത്തെ അടച്ചിട്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സത്യ വെളിച്ചമായ യേശു ക്രിസ്തു എന്തുകൊണ്ടുവരികയാ? ട്രൂത്ത്. ട്രൂത്ത്. നിങ്ങൾ സേവിക്കുന്നത് ആരെയാണെന്നറിയാമോ? നിങ്ങൾക്കെതിരെ എന്തെല്ലാം വ്യാജം ഈ ലോകം മുഴുവനും പിശാച് പറഞ്ഞ് പരത്തിയാലും നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കണം, ഞാൻ ഫോളോ ചെയ്യുന്നത് സത്യ വെളിച്ചമായവനാ. അവൻ ഒരിക്കൽ സത്യം പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. സോ ഹി ഈസ് ദ ട്രൂ ലൈറ്റ്. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ, ചില മിനിറ്റുകളിലൂടെ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തത്, ഏതു മനുഷ്യനെയും, ആ വാക്യത്തിൽ പറയുക, ഹി എൻലൈറ്റ് എവ്രി മാൻ. അവൻ ആരായിക്കൊള്ളട്ടെ, അവൻ യഹൂദനായാലും അവൻ ജാതിയായാലും അവൻ കറുത്തവനായാലും അവൻ വെളുത്തവനായാലും, ഈ എഡ്യൂക്കേറ്റഡ് ആണോ അൺഎഡ്യൂക്കേറ്റഡ് ആണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. പാപം എത്ര കഠിനമായി പാപം നിമിത്തം അവൻ കരിക്കട്ട പിടിച്ചു കിടന്നാലും ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ള വെളിച്ചമാ. യോഹന്നാൻ പറയുക, യേശു ക്രിസ്തു ഏതു മനുഷ്യനെയും, ഇവിടെ ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. എത്ര തകർന്നു പോയതാണെങ്കിലും, എത്ര പാപത്തിന്റെ അടിയിൽ കിടക്കുന്നതാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ പറയും, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഈ പാപത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. പക്ഷെ പറയുകയാണ്, ഏതു മനുഷ്യനെയും, എത്ര വലിയ കൊടും പാപിയെയും, എത്ര വലിയ ഇരുട്ടിൽ കിടക്കുന്നവനെയും പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന. അവന്റെ നിറം വിഷയമല്ല, അവന്റെ കുടുംബം വിഷയമല്ല, അവന്റെ ജാതി വിഷയമല്ല, അവന്റെ വർഗം വർണ്ണം വിഷയമല്ല, അവൻ കുചേലനോ കുബേരനോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതൊന്നും വിഷയമല്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. അടുത്തതായി പറയുന്നത്, ആ വെളിച്ചം ലോകത്തിലേക്ക് വന്ന വെളിച്ചമാണ്. The light coming to the world. ഈ വെളിച്ചം എങ്ങോട്ട് വരികയായിരുന്നു? ലോകത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. എൻ്റെ സമയം തീരുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ 2 പോയിന്റിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്തത് എഴുതിയിരിക്കുന്ന യോഹന്നാൻ 1:5, The light shines in the darkness. ഈ പ്രകാശത്തിൻ്റെ പ്രത്യേകത, ഇത് ഇരുട്ടിൽ പ്രകാശിക്കും. എവിടെ ഇരുട്ടുണ്ടോ അവിടേക്ക് വെളിച്ചം കടന്നു വന്നിട്ട് ഈ ഇരുട്ടിൽ അത് പ്രകാശിക്കുകയാണ്. The light shines in the darkness. അതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, കർത്താവിനെ സ്വീകരിക്കാത്ത ഒരു കുടുംബം, കർത്താവിനെ സ്വീകരിക്കാത്ത ഏതു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെ അറിയാതൊരു ഇരുട്ട് പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ റിഡംഷനെ കുറിച്ച് പറയുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ദൈവം നമ്മളെ വിടുവിച്ച് പുത്രന്റെ രാജ്യത്തിലാക്കി. We were under the bondage of darkness, but he has delivered us and brought us into the marvelous light. Are you experiencing the light in your life? ഇന്നും നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ, ഇന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഈ വെളിച്ചം കടന്നു വരുന്നില്ലെങ്കിൽ ഒരു ഇരുട്ട് നിങ്ങളെ ഫോളോ ചെയ്യുകയാ. ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമ്മളെ ഫോളോ ചെയ്യരുത്. എന്താ ഇരുട്ടിന്റെ പ്രവൃത്തികൾ? വെറിക്കൂത്ത്, മദ്യപാനം, ഇങ്ങനെയുള്ള ദുഷ്കാമ പ്രവൃത്തികൾ, ഇതെല്ലാം ഇരുട്ടിന്റെ വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ്. ഇത് നമ്മളെ ഫോളോ ചെയ്യാനല്ല ദൈവം നമ്മളെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചത്. വെളിച്ചത്തിനകത്ത്, dwells in the light, not in the darkness. അടുത്തതായി പറയുന്നത് ഇങ്ങനെയാണ്, അവസാനത്തത്, the darkness cannot overcome the light. ഇരുട്ട് എത്ര ശക്തിയുള്ളതാണെങ്കിലും ഈ വെളിച്ചത്തെ കീഴടക്കാൻ പറ്റത്തില്ല. ഇരുട്ടിന് കീഴടക്കാൻ പറ്റാത്ത വെളിച്ചമാ ക്രൈസ്റ്റ്.
ഇന്ന് രാവിലെ ചലഞ്ചായിട്ട് എടുത്തോ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഇരുട്ടിന്റെ വലിപ്പം വിഷയമല്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ തകർക്കാൻ നിൽക്കുന്ന ഇരുട്ടിന്റെ അധികാരിയുടെ വലിപ്പമല്ല. അതിനേക്കാൾ വലിയ ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നമ്മുടെ നടുവിലുള്ള കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് പറയുകയാണ്, ഇരുട്ടിനവനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല കേട്ടോ. The darkness cannot. ഒരു ഇരുട്ടിനും പിടിച്ചടക്കാൻ കഴിയാത്തവനാ നമ്മുടെ അകത്തിരിക്കുന്നത്. ഇരുട്ടിന്റെ ശക്തികളെ വെല്ലുവിളിക്കാൻ ആര് തയ്യാറാകും? ദൈവമക്കളെ, ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്ന നമ്മളെ, ഞാൻ ബൈബിൾ ക്ലാസ്സിനോട് വെച്ച് പറഞ്ഞതാ, ഈ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടന്ന നമ്മളെ വെളിയിൽ കൊണ്ടുവരാൻ യേശുക്രിസ്തു ക്രൂശിൽ 3 മണിക്കൂർ എങ്ങോട്ട് പോയെന്നറിയാമോ? 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഒരു ഭയങ്കര കൂരിരുട്ട്. He was in the darkness. The Son of God was in the darkness. വെളിച്ചമായ ക്രിസ്തുവിനെ ഇരുട്ടിന്റെ ശക്തികളെല്ലാം കൂടെ തല്ലിക്കെടുത്താൻ ശ്രമിച്ച് ഇരുട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇരുട്ടിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇരുട്ടിൽ സംഭവിച്ചത് നമ്മുടെ കണ്ടില്ല. പക്ഷേ പൗലോസ് പറയുക, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ he was not came out alone. ഒറ്റയ്ക്കല്ല വന്നത്. ഇരുട്ടിൽ കിടന്ന് മുഴുവൻ മാനവജാതിയെയും വിടുവിച്ചവൻ പുറത്തു കൊണ്ടുവന്നു. നമ്മളെ ദൈവം ഇരുട്ടിൽ നിന്ന് വിടുവിക്കാൻ ഇരുട്ടിലേക്ക് കയറിപ്പോയി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ആ വെളിച്ചം നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ. ആ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. ആ വെളിച്ചമായവൻ എല്ലാ അന്ധകാരവും മാറട്ടെ. എത്ര പേർ പ്രാർത്ഥിക്കും? എഴുന്നേറ്റാട്ട് ദൈവസേന നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. അന്ധകാരങ്ങൾ മാറട്ടെ, വെളിച്ചങ്ങൾ വീശട്ടെ, ഇരുട്ടിന്റെ ശക്തികൾ കീഴടങ്ങട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവനുള്ള വെളിച്ചമായി, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി